ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പ്രസൻറ്റ് ടെൻസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് വിത്ത് എക്സാമ്പിൾസോട് കൂടിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിനെ നിങ്ങൾക്ക് അറിയാം, ടോട്ടൽ 4 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഈ 4 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 4 ടൈപ്സിനെ നമ്മളിങ്ങനെ എക്സാമ്പിൾസോട് കൂടി പഠിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും ക്ലിയർ ആയിട്ട് പ്രസൻറ്റ് ടെൻസ് എവിടേക്കാണ് ടെൻസ് യൂസ് ചെയ്തിട്ട് സംസാരിക്കേണ്ടത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഫസ്റ്റ് പോയിന്റ്. അപ്പം നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അവൻ ചായ കുടിക്കുന്നു. അത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് എഴുതാമെന്ന് നോക്കാം. ഞാൻ എഴുതാൻ പോവാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അവൻ ചായ കുടിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ്? He drinks tea. അവൻ ചായ കുടിക്കുന്നു. ഇതൊരു പ്രസൻറ്റ് ടെൻസിലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫോമാണ്. അവൻ ചായ കുടിക്കുന്നു. ഹീ ഡ്രിങ്ക്സ് ടീ. അപ്പോൾ അവൻ എന്ന് വെച്ചാൽ ഹീ, കുടിക്കുക, ഡ്രിങ്ക്സ്, കുടിക്കുന്നു, ഡ്രിങ്ക്സ്. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ അതേ ടൈമിൽ തന്നെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ എക്സാമ്പിൾ സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ അവൻ ഇപ്പോൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവൻ എന്ന് വെച്ചാൽ ഹീ, ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇപ്പോൾ ചായ കുടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷിൽ നമുക്ക് എഴുതാൻ നോക്കാം. He is drinking tea. അവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ്. നമ്മൾ മേളിൽ പഠിച്ച എന്താ? സിമ്പിൾ പ്രസൻ്റ് ആണ്. അത് ഹീ ഡ്രിങ്ക്സ് ടീ. അവൻ ചായ കുടിക്കുന്നു. അപ്പോൾ ഹീ ഡ്രിങ്ക്സ് ടീ ആവും. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പം ഹീ ഈസ് കണ്ടിന്യൂസ്. അവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹീ ഈസ് ഡ്രിങ്കിങ് ടീ. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് നോക്കാം. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പം അവൻ ചായ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് എഴുതാം? He has drunk tea. അവൻ ചായ കുടിച്ചിട്ടുണ്ട്. ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഹി ഹാസ് ഡ്രങ്ക് ടീ. കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ലാസ്റ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. He has been drinking tea. ഇവിടെ എന്താണ് എക്സ്ട്രാ വന്നത്? ഹാസ് ബീൻ ഡ്രിങ്കിങ് ടീ. അവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഹി ഹാസ് ബീൻ ഡ്രിങ്കിങ് ടീ. അപ്പം നമ്മൾ ഇവിടെ സെക്കൻഡ് പോയിന്റിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതിൽ ഹീ ഈസ് ഡ്രിങ്കിങ് ടീ. അവനിപ്പോൾ ചായ കുടിക്കുകയാണ്. അല്ല, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ പറഞ്ഞു അവനിപ്പോൾ ചായ കുടിക്കുകയാണ്. അതും ഇപ്പോൾ നടക്കുന്നതാണ്. ഹീ ഈസ് ഡ്രിങ്കിങ് ടീ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പം ഹി ഹാസ് ബീൻ ഡ്രിങ്കിങ്. അവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹി ഹാസ് ബീൻ ഡ്രിങ്കിങ് ടീ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ കുറച്ച് ഡിഫറൻസ് വരുന്നതാണ്. ടെൻസ് അനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത്. ഇത് എളുപ്പമാണ്. ഒരേ എക്സാമ്പിൾ 4 വെച്ച് നമ്മൾ പഠിക്കും. നമുക്കത് എളുപ്പമായിട്ട് വരും. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. ലാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഹി ഹാസ് ബീൻ ഡ്രിങ്കിങ് ടീ.
ഫസ്റ്റ് പോയിന്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അവൻ ചായ കുടിക്കുന്നു, ഹീ ഡ്രിങ്ക്സ് ടീ. അവൻ ചായ കുടിക്കുന്നു, ഹീ ഡ്രിങ്ക്സ് ടീ. അവൻ ഇപ്പോൾ ചായ കുടിക്കുകയാണ്, ഹീ ഈസ് ഡ്രിങ്കിങ് ടീ. അവൻ ഇപ്പോൾ ചായ കുടിക്കുകയാണ്, ഹീ ഈസ് ഡ്രിങ്കിങ് ടീ. അവൻ ചായ കുടിച്ചിട്ടുണ്ട്, ഹീ ഹാസ് ഡ്രങ്ക് ടീ. ഹീ ഹാസ് ഡ്രങ്ക് ടീ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പം അവൻ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നു, ഹീ ഹാസ് ബീൻ ഡ്രിങ്കിങ് ടീ. അപ്പം നമുക്ക് മനസ്സിലായില്ല, പ്രസൻറ്റ് ടെൻസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം ഇനി നമുക്ക് വേറെ എക്സാമ്പിൾസായിട്ട് വേറെ ഒരു പ്രസൻറ്റ് ടെൻസ് എക്സാമ്പിളായിട്ട് വരാം. അപ്പം നമുക്ക് വേറൊരു എക്സാമ്പിളായിട്ട് വരാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം? I go to school. ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. I go to school. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പം ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പം ഞാൻ സ്കൂളിൽ പോയി. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് പോയിന്റ് പഠിച്ചു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, ഐ ഗോ ടു സ്കൂൾ. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് നോക്കാം. എങ്ങനെയായിരിക്കും നമ്മൾ എഴുതേണ്ടത്? പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്. അതെങ്ങനെ എഴുതേണ്ടത് നമുക്ക് നോക്കാം. ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞെങ്ങനെയാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, ഐ ഗോ ടു സ്കൂൾ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പം ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്, ഐ ആം ഗോയിങ് ടു സ്കൂൾ. അപ്പം നമുക്ക് ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആകുമ്പം ഞാൻ സ്കൂളിൽ പോയി. അതെങ്ങനെ എഴുതുന്നത്? ഞാൻ സ്കൂളിൽ പോയി. I have gone to school. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ എങ്ങനെയാണ്? ഞാൻ സ്കൂളിൽ പോയി, ഐ ഹാവ് ഗോൺ ടു സ്കൂൾ. ഇവിടെ ഓൾറെഡി ഇത് എങ്ങനെയാണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്, ഐ എം ഗോയിങ് ടു സ്കൂൾ. ഇതിൽ ഓൾറെഡി സ്കൂളിൽ പോയി, അപ്പോൾ ഐ ഹാവ് ഗോൺ ടു സ്കൂൾ. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. അപ്പം നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പം ഞാൻ സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഞാൻ സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ബീൻ. ഇവിടെ നമ്മൾ ഹാവ് ബീൻ വരും. ഹാവ് ബീൻ ഗോയിങ് ടു സ്കൂൾ. I have been going to school. അപ്പം ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഓരോ ടെൻസും വെച്ചിട്ട് കമ്പൈൻ ചെയ്ത് നമ്മൾ പഠിക്കും. നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഓരോ ടെൻസ് അനുസരിച്ച് എങ്ങനെയാണ് പറയേണ്ടതെന്ന്. ഇപ്പോൾ ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ പഠിച്ചു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, ഐ ഗോ ടു സ്കൂൾ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പം ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്, ഐ എം ഗോയിങ് ടു സ്കൂൾ. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പം ഞാൻ സ്കൂളിൽ പോയി, ഐ ഹാവ് ഗോൺ ടു സ്കൂൾ. ഫോർത്ത് വൺ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എങ്ങനെ? ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഐ ഹാവ് ബീൻ ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ നമ്മൾ അടുത്തൊരു എക്സാമ്പിളായിട്ട് നെക്സ്റ്റ് പോയിന്റ് കാണാൻ നോക്കാം. അപ്പോൾ അടുത്ത എക്സാമ്പിൾ എന്താ? അവൾ ഭക്ഷണം പാചകം ചെയ്യുന്നു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ അവൾ ഭക്ഷണം പാചകം ചെയ്യുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പം അവൾ ഇപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുകയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പം അവൾ ഭക്ഷണം പാചകം ചെയ്തു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പം അവൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം. ഓരോ സെൻറ്റൻസും എക്സാമ്പിൾ വെച്ചിട്ട്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്.
അവൾ ഭക്ഷണം പാചകം ചെയ്യുന്നു. എഴുതാൻ പോവാണ്. അവൾ ഭക്ഷണം പാചകം ചെയ്യുന്നു. ഷീ കുക്സ്. അവൾ എന്ന് വെച്ചാൽ ഷീ, കുക്സ് എന്ന് വെച്ചാൽ എന്തുവാ? പാചകം ചെയ്യുക. ഷീ കുക്സ് ഫുഡ്. അവൾ ഭക്ഷണം പാചകം ചെയ്യുന്നു. ഷീ കുക്സ് ഫുഡ്. അപ്പം നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പം അവൾ ഇപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുകയാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതുന്നത്? ഭക്ഷണം പാചകം ചെയ്യുകയാണ്. ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആകുമ്പം ഷീ കുക്സ് ഫുഡായി. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പം ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പം അവൾ ഭക്ഷണം പാചകം ചെയ്തു. അപ്പം ഇവിടെ എങ്ങനെ എഴുതുന്നത് നോക്കാം. She has cooked food. പ്രസൻറ്റ് പെർഫെക്റ്റ് ആയപ്പം ഷീ ഹാസ് കുക്ക്ഡ് ഫുഡ് ആയി. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എങ്ങനെ? അവൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ്? She has been cooking food. അവൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇവിടെ ഹാസ് ബീൻ വന്നു. ഷീ ഹാസ് ബീൻ കുക്കിംഗ് ഫുഡ്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയണത് എങ്ങനെയാണ്? അവൾ ഭക്ഷണം പാചകം ചെയ്യുന്നു. ഷീ കുക്സ് ഫുഡ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആകുമ്പോൾ ഷീ കുക്സ് ഫുഡ്. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസിലോട്ട് എത്തുമ്പം ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. അവൾ ഇപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുകയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പം ഷീ ഹാസ് കുക്ക്ഡ് ഫുഡ്. അവൾ ഭക്ഷണം പാചകം ചെയ്തു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എങ്ങനെയാണ്? ഷീ ഹാസ് ബീൻ കുക്കിംഗ് ഫുഡ്. അവൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറെ നെക്സ്റ്റ് എക്സാമ്പിളായിട്ട് നോക്കാം. അപ്പം നമ്മുടെ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താ? ഞാൻ കഴിക്കുന്നു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആകുമ്പോൾ ഞാൻ കഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഞാൻ കഴിക്കുകയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഞാൻ കഴിച്ചു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് എഴുതാമെന്ന് നോക്കാം. അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആകുമ്പം ഞാൻ കഴിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എഴുതണ്ടേ? I eat. ഞാൻ കഴിക്കുന്നു. I eat. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പം ഞാൻ കഴിക്കുകയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണല്ലോ. അപ്പം ഞാൻ കഴിക്കുകയാണ്. അപ്പം I am eating. ing ഫോം വന്നു. I am eating. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പം ഞാൻ കഴിച്ചു. അപ്പോൾ എങ്ങനെയാണ്? I have eaten. eating eaten. ഇവിടെ eaten ആയി. I have eaten. ഞാൻ കഴിച്ചു. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഞാൻ കഴിച്ചു. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പം ഞാൻ കഴിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. I have been eating. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. എക്സാമ്പിൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയപ്പോൾ എങ്ങനെയാണ് വന്നത്? ഞാൻ കഴിക്കുന്നു. I eat. അതേ സെയിം എക്സാമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ കഴിക്കുകയാണ്. I am eating. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഞാൻ കഴിച്ചു. I have eaten.
പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ബീൻ ഈറ്റിംഗ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് കഴിഞ്ഞു. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, പ്രസൻറ്റ് ടെൻസ് നിങ്ങൾ ജസ്റ്റ് റിവ്യൂ ചെയ്ത് വെച്ചേക്ക്. ടെൻസ് അനുസരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻസ് അനുസരിച്ചിട്ട് പറയാൻ പറ്റിയൊരു സിമ്പിൾ സെൻറ്റൻസാണ് ഇത് പഠിപ്പിച്ചത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.